നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ SQL ആണ്. അത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക്കാണ് റേഞ്ച് സെർച്ചിങ് ഇൻ SQL. നമ്മൾ നേരത്തെ ലോജിക്കൽ ഓപ്പറേറ്റർ പഠിച്ച കൂടെ തന്നെ പറഞ്ഞു പോയായിരുന്നു ബിറ്റ്വീൻ ഓപ്പറേറ്ററിന്റെ കാര്യം. ഇപ്പൊ റേഞ്ച് സെർച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡേറ്റാബേസിനകത്ത് ടേബിളിനകത്ത് നിന്നും നമ്മുടെ കണ്ടീഷനകത്ത് ഒരു സ്പെസിഫൈഡ് റേഞ്ച് പറഞ്ഞു കൊടുക്കുന്നു. ആ റേഞ്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേയധികം ഡേറ്റേനെ ആയിരിക്കും നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്ന പേരാണ് റേഞ്ച് ഓപ്പറേറ്റർ എന്ന്. സാധാരണയായിട്ട് ബിറ്റ്വീൻ ഓപ്പറേറ്റർ ആണ് റേഞ്ച് ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ കണ്ടീഷനകത്ത് ഒരു റേഞ്ച് ഓഫ് വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ റേഞ്ച് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്യുന്നത്. ബിറ്റ്വീൻ്റെ ഒരു വേരിയേഷൻ ആണ് നോട്ട് ബിറ്റ്വീൻ എന്ന് പറയുന്നത്. ബിറ്റ്വീൻ specifies condition in inclusive ranges to search the rows in database table. ബിറ്റ്വീനോട് കൂടിയ റേഞ്ചിനകത്തെ വാല്യൂ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസിനെ ആയിരിക്കും ബിറ്റ്വീൻ റിട്രീവ് ചെയ്യിപ്പിക്കുന്നത്. ഇനി നോട്ട് ബിറ്റ്വീൻ ആണെങ്കിലോ സ്പെസിഫൈസ് കണ്ടീഷൻ ഇൻ എക്സ്ക്ലൂസീവ് റേഞ്ചസ് ടു സെർച്ച് ദ റോസ് ഇൻ ഡേറ്റാബേസ് ടേബിൾ. നോട്ട് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ്റെ നേരെ ഓപ്പോസിറ്റ്. എങ്ങനെയായിരിക്കും? നോട്ട് ബിറ്റ്വീൻ്റെ റേഞ്ചിനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത വാല്യൂവിനെ ആയിരിക്കും റിട്രീവ് ചെയ്യുന്നത്. ആ റേഞ്ചിനകത്തുള്ള വാല്യൂവിനെ അല്ല, ആ റേഞ്ചിനകത്തല്ലാത്ത വാല്യൂവിനെ ആയിരിക്കും റിട്രീവ് ചെയ്യുന്നത്. ഇനി നമുക്ക് റേഞ്ച് ഓപ്പറേറ്റർ വെയർ ക്ലോസിനോട് കൂടിയാണ് നമ്മൾ റേഞ്ച് ഓപ്പറേറ്ററും അതിന്റെ കണ്ടീഷൻസും സ്പെസിഫൈ ചെയ്യുന്നത്. സിൻടാക്സ് ആണ് ഈ തന്നിരിക്കുന്നത്. സെലക്ട് കോളം നെയിം 1, കോളം നെയിം 2 ഫ്രം ടേബിൾ നെയിം വെയർ എക്സ്പ്രഷൻ 1 ബിറ്റ്വീൻ ഓർ നോട്ട് ബിറ്റ്വീൻ എക്സ്പ്രഷൻ 2 ആൻഡ് എക്സ്പ്രഷൻ 3. ഇവിടെ കോളം നെയിം 1, കോളം നെയിം 2 എന്നൊക്കെ തന്നിരിക്കുന്നത് നമുക്ക് സെലക്ടിനോട് കൂടി ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ട ആട്രിബ്യൂട്ടുകളുടെ നെയിംസ് ആണ്. പിന്നെ ടേബിൾ നെയിം എന്ന് പറഞ്ഞാൽ ഏത് ടേബിളിൽ നിന്നാണ് നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്യേണ്ടത് ആ ടേബിളിന്റെ നെയിം. വെയർ ക്ലോസിനകത്താണ് ബിറ്റ്വീനോട് കൂടിയ എക്സ്പ്രഷൻസ് നമ്മൾ കൊടുക്കുന്നത്, കണ്ടീഷൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ റേഞ്ച് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ബിറ്റ്വീന്റെ കൂട്ടത്തിൽ ഒന്നിലധികം റേഞ്ചുകൾ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? ആൻഡ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നിലധികം റേഞ്ചുകൾ വേണമെങ്കിലും സ്പെസിഫൈ ചെയ്യാം. ഇനി പറയുന്നത് എക്സാമ്പിൾ ആണ്. ബിറ്റ്വീൻ ഓപ്പറേറ്ററിന്റെ എക്സാമ്പിൾ. സെലക്ട് നെയിം കോമ ഡിപ്പാർട്ട്മെന്റ് ID കോമ സിറ്റി കോമ ഇമെയിൽ കോമ സാലറി ഫ്രം എംപ്ലോയി വെയർ സാലറി ബിറ്റ്വീൻ 6000 ആൻഡ് 8000 നോട്ട് ബിറ്റ്വീൻ അത് അടുത്ത എക്സാമ്പിൾ ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ, എന്താ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്ത് നിന്നും സാലറി 6000-നും 8000-നും ഇടയിലുള്ള ആളുകളുടെ എംപ്ലോയീസിന്റെ നെയിമും ഡിപ്പാർട്ട്മെന്റ് ഐഡിയും സിറ്റിയും ഇമെയിലും സാലറിയും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, നമ്മൾ ആ റേഞ്ച് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിലധികം വാല്യൂ അല്ലെങ്കിൽ ആ റേഞ്ച് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്ററും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിട്രീവ് ചെയ്യുന്ന എന്തായിരിക്കും? എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്ത് 6000-നും 8000-നും ഇടയ്ക്ക് സാലറി ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നോട്ട് ബിറ്റ്വീൻ എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത്. സെലക്ട് നെയിം ഡിപ്പാർട്ട്മെന്റ് ID സിറ്റി കോമ ഇമെയിൽ കോമ സാലറി ഫ്രം എംപ്ലോയി വെയർ സാലറി നോട്ട് ബിറ്റ്വീൻ 6000 ആൻഡ് 8000. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ട് ബിറ്റ്വീനകത്താണ് റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് 6000-നും 8000-നും ഇടയ്ക്ക് സാലറി ഉള്ള ആൾക്കാരുടെ അല്ലായിരിക്കും ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. 6000-നും 8000-നും ഇടയ്ക്ക് സാലറി ഉള്ള ആൾക്കാരുടെ അല്ല, പകരം 6000-ൽ കുറവോ അല്ലെങ്കിൽ 8000-ൽ കൂടുതലോ ഉള്ള ആൾക്കാരുടെ ആയിരിക്കും ഡീറ്റെയിൽസ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. അത്രയാണ് ബിറ്റ്വീൻ ഓപ്പറേറ്ററിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത മെയിൻ ഹെഡിങ് ആണ് പാറ്റേൺ മാച്ചിങ് ഇൻ SQL. ഇത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു പോയായിരുന്നു ലൈക്ക് ഓപ്പറേറ്ററിനെ പറ്റിയിട്ട്. അപ്പം നമ്മൾ പാറ്റേൺ മാച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ലൈക്ക് ഓപ്പറേറ്റർ. ദ ലൈക്ക് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഇൻ എ വെയർ ക്ലോസ് ടു സെർച്ച് ഫോർ എ സ്പെസിഫൈഡ് പാറ്റേൺ ഇൻ എ കോളം. ഒരു ടേബിളിനകത്തെ കോളത്തിനകത്ത് വരുന്ന വാല്യൂസിന് നമുക്കൊരു സ്പെസിഫൈഡ് പാറ്റേൺ മാച്ചിങ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈക്ക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. കോളം അല്ലെങ്കിൽ ഒരു സെല്ലിനകത്ത് വരുന്ന വാല്യൂസ് ഒരു പാറ്റേണുമായിട്ട് മാച്ചിങ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ലൈക്ക് ഓപ്പറേറ്ററിന്റെ കൂടെ നമ്മൾ 2 സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സിമ്പിൾസിനെയാണ് വൈൽഡ് കാർഡ്സ് എന്ന് പറയുന്നത്. പെർസെന്റേജ് സൈനും അതുപോലെ തന്നെ അണ്ടർസ്കോർ സൈനുമാണ് നമ്മൾ
വൈൽഡ് കാർഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവയുടെ രണ്ടിന്റെയും കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. താഴെ തന്നിരിക്കുന്നതാണ് സിൻടാക്സ്. സെലക്ട് column 1, column 2, etc. from table name where column like pattern. ഇവിടെ തന്നിരിക്കുന്ന column 1, column 2 എന്ന് പറയുന്നത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ട ആട്രിബ്യൂട്ടുകളുടെ നെയിമും, ടേബിൾ നെയിം എന്ന് പറഞ്ഞാൽ ഏത് ടേബിളിൽ നിന്നാണോ ഡേറ്റ എടുക്കേണ്ടത് ആ ടേബിളിന്റെ നെയിം, വയറിനകത്ത് ഏത് ആട്രിബ്യൂട്ടിനെയാണ് നമുക്ക് പാറ്റേൺ ചെക്ക് ചെയ്യേണ്ടത് ആ ആട്രിബ്യൂട്ടിന്റെ നെയിം ആണ് ഇവിടെ കോളം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലൈക്ക് ഓപ്പറേറ്ററും, പിന്നെ നമുക്ക് ലൈക്കിനകത്ത് സ്പെസിഫൈ ചെയ്യേണ്ട പാറ്റേൺ ഏതാണോ ആ പാറ്റേൺ, നമുക്ക് മാച്ചിങ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട പാറ്റേൺ ആണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് ഒന്നിലധികം പാറ്റേൺസ് കൊടുക്കാൻ ലൈക്കിനകത്ത്, അതിനുവേണ്ടി നമുക്ക് ലോജിക്കൽ ആൻഡോ അല്ലെങ്കിൽ ഓർ ഓപ്പറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഈ താഴെ ടേബിളിനകത്ത് തന്നിരിക്കുന്നത് നമ്മുടെ ലൈക്കിനകത്ത് വരുന്ന പല പല വേരിയേഷൻസ് ആണ്. അപ്പോൾ ഓരോന്നും എന്താന്നുള്ള കാര്യം നോക്കാം. ആദ്യമേ തന്നിരിക്കുന്നത് വേർ കസ്റ്റമർ നെയിം ലൈക്ക് സിംഗിൾ കോഡിനകത്ത് %, നമ്മൾ ലൈക്കിനകത്ത് പാറ്റേൺ കൊടുക്കുന്നത് എപ്പോഴും സിംഗിൾ കോഡിനകത്തായിരിക്കും. അപ്പൊ നോക്കുക, ആദ്യമേ തന്നിരിക്കുന്ന ഒരു ലെറ്ററും രണ്ടാമത് %ആണ്. അങ്ങനെ തന്നാൽ അതിന്റെ അർത്ഥം ആദ്യത്തെ ലെറ്റർ, അതായത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ആട്രിബ്യൂട്ടിന്റെ ആദ്യത്തെ ലെറ്റർ എയിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു പൊസിഷനിലെ ലെറ്ററും അതിനോട് കൂടി % സൈനും വന്നാൽ അത് മീൻ ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ലെറ്ററുമായിട്ട് മാച്ചിങ് ആണോ എന്നുള്ള കാര്യമാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു വേരിയേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. വേർ കസ്റ്റമർ നെയിം ലൈക്ക് %A. ഇവിടെ ലെറ്റർ ലാസ്റ്റും % സിമ്പിൾ ആണ് ആദ്യമേ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആട്രിബ്യൂട്ട്, നമുക്ക് തന്നിരിക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ലെറ്റർ എൻഡിലാണോ വന്നിരിക്കുന്നതെന്നാണ്. നമുക്ക് തന്നിരിക്കുന്ന ആട്രിബ്യൂട്ടിനകത്ത് എ എന്ന് പറയുന്ന ലെറ്റർ എൻഡിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫോർമാറ്റിൽ തരുന്നത്. ഇനി അടുത്തത് വയർ കസ്റ്റമർ നെയിം ലൈക്ക് 2%-നകത്താണ് 2 ലെറ്റേഴ്സ് തന്നിരിക്കുന്നത്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, അതായത് 2%-നകത്ത് എന്തെങ്കിലും ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആട്രിബ്യൂട്ടിനകത്ത് ഏതെങ്കിലും പൊസിഷനിൽ ഈ തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് വരുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അടുത്തത് വേർ കസ്റ്റമർ നെയിം ലൈക്ക് _R%. അപ്പൊ ഇവിടെ ആദ്യമേ വന്നിരിക്കുന്നത് അണ്ടർസ്കോറും രണ്ടാമത് ലെറ്ററും മൂന്നാമത് % വന്നിരിക്കുന്നത്. അപ്പൊ 1, 2 രണ്ടാമത്തെ പൊസിഷനിൽ R എന്നുള്ള ലെറ്റർ ആണോ വന്നിരിക്കുന്നതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്ന പാറ്റേൺ. അടുത്തത് A_% എന്നാണ്. A_% മാറിപ്പോകരുത്. ആദ്യമേ ലെറ്ററും രണ്ടാമത് അണ്ടർസ്കോറും മൂന്നാമത് %മാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെക്ക് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്, ആദ്യമേ ലെറ്റർ വന്നാൽ എന്താ ചെക്ക് ചെയ്യുന്നത്, ആദ്യത്തെ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതുകൂടാതെ രണ്ടാമത് അണ്ടർസ്കോറും കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് എന്തും കൂടെ ചെക്ക് ചെയ്യും, ഈ കസ്റ്റമർ നെയിം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ക്യാരക്ടറെങ്കിലും ലെങ്ത് ഉള്ള ഒരു ആട്രിബ്യൂട്ട് ആണോ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യും. അടുത്തത് A2 അണ്ടർസ്കോറും അതോടുകൂടി ഒരു % സൈനുമാണ്. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്തതിന്റെ സെയിം ആണ് ഇവിടെയും ചെക്ക് ചെയ്യുന്നത്. എന്താ ചെക്ക് ചെയ്യുന്നത്, ആദ്യത്തെ ലെറ്റർ എ ആണെന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ ഇവിടെ 2 അണ്ടർസ്കോർ വന്നിരിക്കുന്നത് കൊണ്ട് ടോട്ടൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് മിനിമം 3 ക്യാരക്ടർ എങ്കിലും ഉള്ളതാണോ എന്നുള്ള കാര്യമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അണ്ടർസ്കോറിന്റെ വാല്യൂസ് അല്ലെങ്കിൽ എണ്ണം കൂട്ടുന്നതനുസരിച്ചാണ് ക്യാരക്ടേഴ്സിന്റെ എണ്ണം തീരുമാനിക്കുന്നത്. ലെറ്ററിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ടിംഗ് ആണോ എൻഡിങ് ആണോ മിഡിൽ ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അടുത്തത് A%OA. അപ്പൊ ഇവിടെ നോക്കുക, 2 ക്യാരക്ടേഴ്സിനിടയിലാണ് % സൈൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് മീൻ ചെയ്യുന്ന ഇത്രയാണ്, നമുക്ക് തന്നിരിക്കുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ തുടങ്ങുന്നത് എയിലാണോ അതുപോലെ തന്നെ അവസാനിക്കുന്നത് ഓയിലാണോ, ഈ 2 കാര്യങ്ങളാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനുള്ള എക്സാമ്പിൾ ആണ് താഴെ തന്നിരിക്കുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ കസ്റ്റമർ നെയിം ലൈക്ക് സിംഗിൾ കോട്ടിനകത്ത് A%. ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്താ, കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്ത് നിന്നും കസ്റ്റമറിന്റെ നെയിം എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആയിരിക്കും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഡീറ്റെയിൽസ്. സ്റ്റാർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ കസ്റ്റമറിന്റെ എല്ലാ ഡീറ്റെയിൽസും ആയിരിക്കും
റിട്രീവ് ചെയ്ത് കാണിക്കുന്നത്. അടുത്തത് നോക്കുക, സിംഗിൾ കോട്ടിനകത്ത് % ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് മീൻ ചെയ്യുന്നത് എന്താ? ലെറ്റർ ലാസ്റ്റാ വന്നിരിക്കുന്നത്. അപ്പൊ അതെന്താ ഉദ്ദേശിക്കുന്നത്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്ത് നിന്നും കസ്റ്റമറിന്റെ നെയിം ലാസ്റ്റിൽ വന്നിട്ടുള്ള നെയിം ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കുക. ഇനി ഇവിടെ ഒരു വേരിയേഷൻ ഉള്ളത് എന്താന്ന് വെച്ചാൽ, സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ കസ്റ്റമർ നെയിം നോട്ട് ലൈക്ക് സിംഗിൾ കോട്ടിനകത്ത് % തന്നിട്ടുണ്ട്. അപ്പൊ നോട്ട് ലൈക്ക് ആണ് തന്നിരിക്കുന്നത്. എന്താ അപ്പം ലൈക്കിനകത്ത് തന്നിരിക്കുന്ന പാറ്റേണുമായിട്ട് മാച്ചിങ് അല്ലാത്ത കസ്റ്റമർ നെയിം ആയിരിക്കണം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതായത് എയിൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ അല്ലാത്ത കസ്റ്റമർ നെയിം ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. അത്രയാണ് ലൈക്ക് ഓപ്പറേറ്ററിനകത്ത് വരുന്നത്. ഇനി അടുത്ത മെയിൻ ഹെഡിങ് ആണ് ഗ്രൂപ്പിംഗ് ഡേറ്റ ഫ്രം ടേബിൾസ് ഇൻ SQL. SQLനകത്ത് ടേബിളിൽ നിന്നും ഡേറ്റകളെ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നതെന്ന്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ക്ലോസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ബൈ ക്ലോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ഗ്രൂപ്പ് ബൈ സ്റ്റേറ്റ്മെന്റ് ഗ്രൂപ്പ്സ് റോസ് ദാറ്റ് ഹാവ് ദ സെയിം വാല്യൂസ് ഇൻടു സമ്മറി റോസ് ലൈക്ക് ഫൈൻഡ് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ഈച്ച് കൺട്രി. അതായത് ഒരു റോസിനകത്ത് അല്ലെങ്കിൽ ഒന്നിലധികം റോസിനകത്ത് ഐഡന്റിക്കൽ വാല്യൂസോ അല്ലെങ്കിൽ സെയിം വാല്യൂസോ വരുന്ന റോസിനെ ഗ്രൂപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ബൈ ക്ലോസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പർപ്പസിനനുസരിച്ച് നമ്മൾ ഗ്രൂപ്പ് ബൈ ക്ലോസിന്റെ കൂടത്തിൽ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസും യൂസ് ചെയ്യും. കൗണ്ട്, മാക്സ്, മിൻ, സം, ആവറേജ് എന്നൊക്കെ പറയുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻസും കൂടെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ സെലക്ടിനോട് കൂടിയാണ് നമ്മൾ ഗ്രൂപ്പ് ബൈ സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. വേർ ക്ലോസ് ഗ്രൂപ്പ് ബൈക്ക് മുൻപാണ് നമ്മൾ കൊടുക്കുന്നത് എന്തെങ്കിലും കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ. ഇനി ഈ കൂടെ ഓർഡർ ബൈ ക്ലോസും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ബൈ ക്ലോസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓർഡർ ബൈ ക്ലോസ് കൊടുക്കാൻ പാടുള്ളൂ. സിൻടാക്സ് ആണ് തന്നിരിക്കുന്നത്. ഗ്രൂപ്പ് ബൈയുടെ സിൻടാക്സ് നോക്കുക. സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ ഗ്രൂപ്പ് ബൈ കോളം നെയിം ഓർഡർ ബൈ കോളം നെയിം. ഓർഡർ ബൈ ഓപ്ഷനിലാണ് ഈ കൂടെ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ സെലക്ടിനകത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ട കോളംസിന്റെ പേരാണ് കൊടുക്കേണ്ടത്. ടേബിൾ നെയിം, ഏത് ടേബിളിൽ നിന്നാണ് ഡേറ്റ റിട്രീവ് ചെയ്യേണ്ട ആ ടേബിളിന്റെ നെയിം. വേറിനകത്ത് കണ്ടീഷൻ, എന്തെങ്കിലും കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് വേണം ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ആ കണ്ടീഷന്. ഗ്രൂപ്പ് ബൈക്കകത്ത് ഏത് ആട്രിബ്യൂട്ടിന്റെ ബേസിലാണോ ഗ്രൂപ്പ് ചെയ്യേണ്ടത് ആ ആട്രിബ്യൂട്ടിന്റെ നെയിം. ഇനി എന്തെങ്കിലും ഓർഡർ ബൈ സോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ടിന്റെയും കൂടെ നെയിം കൊടുക്കുക. എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കുക. സെലക്ട് കൗണ്ട് ഓഫ് കസ്റ്റമർ ID, കൺട്രി ഫ്രം കസ്റ്റമേഴ്സ് ഗ്രൂപ്പ് ബൈ കൺട്രി. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്ത് നിന്നും കൺട്രി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം എന്തൊക്കെയാ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്? കൺട്രിയുടെ പേരും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. കൗണ്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കസ്റ്റമർ ID എണ്ണവും കൂടെ കാണിക്കുക. അപ്പൊ ഓരോ രാജ്യത്തും ഉള്ള ആൾക്കാരുടെ എണ്ണമായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇനി അടുത്തതാണ് ഹാവിംഗ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വെയറിന്റെ കണ്ടീഷനകത്ത് നമുക്ക് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. വെയറിന്റെ കണ്ടീഷന്റെ കൂടെ നമുക്ക് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് വെയറിന് പകരം യൂസ് ചെയ്യുന്നതാണ് ഹാവിംഗ് ക്ലോസ്. വെയറിനോട് കൂടി നമുക്ക് കണ്ടീഷന്റെ അവിടെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് സമ്മെന്നോ കൗണ്ടെന്നോ ഒന്നും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഹാവിംഗ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് നോക്കുക. സെലക്ട് കോളം നെയിം ഫംഗ്ഷൻ നെയിം ഫ്രം ടേബിൾ വെയർ കണ്ടീഷൻ ഗ്രൂപ്പ് ബൈ ഹാവിംഗ് കണ്ടീഷൻ ഓർഡർ ബൈ ആട്രിബ്യൂട്ട്. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. നോക്കുക. സെലക്ട് നെയിം സം ഓഫ് സാലറി ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ നെയിം ഹാവിംഗ് സം ഓഫ് സാലറി ഗ്രേറ്റർ ദാൻ 23,000. അപ്പൊ ഇതുപോലെ കൊടുക്കാനായിട്ട്, അതായത് ഹാവിങ്ങിനോട് കൂടി നമ്മളൊരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആണ് കണ്ടീഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുക്കാനായിട്ട് നമുക്ക് വെയർ ക്ലോസിനകത്ത് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹാവിംഗ് എന്ന് പറയുന്ന ക്ലോസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സം ഓഫ് സാലറി, അതായത് സാലറിയുടെ സം എന്ന് പറയുന്നത് 23,000-ൽ കൂടുതലുള്ള ആൾക്കാരുടെ നെയിമും അതുപോലെ തന്നെ ആ സമ്മ കിട്ടിയ സാലറിയും കൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എക്സാമ്പിള്. ഇവിടെ ഒരാൾ മാത്രമേ സാലറി 50,000-ൽ കൂടുതൽ അല്ലെങ്കിൽ സമ്മ് ചെയ്തപ്പോൾ ഉള്ള സാലറിയാണ് 50,000. സമ്മ് ചെയ്തപ്പോൾ ഒരു സാലറി കിട്ടിക്കാണും. ആ സാലറി കൂടുതലുള്ള ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു റോ മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് ആ ടേബിളിനകത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ നെയിം ക്ലോസ്, നെയിം വന്നിരിക്കുന്നത് നോക്കുക. ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് നെയിമിന്റെ ബേസിലാണ്. സമ്മ് കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഹാവിങ്ങിനകത്ത് നമ്മൾ കണ്ടീഷൻസും കൊടുത്തിട്ട്. ഈ കൂടെ തന്നെ ഉള്ളതാണ് ഓർഡർ ബൈ ക്ലോസും. നമുക്ക് ടേബിളിനകത്തെ വാല്യൂസിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഓർഡർ ബൈ ക്ലോസ് യൂസ് ചെയ്യുന്നത്. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമുക്ക് സോർട്ട് ചെയ്യാം. ഡിഫോൾട്ട് ആയിട്ട് അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. കോളംസിനകത്തുള്ള വാല്യൂസ് ആണ് നമ്മൾ സോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ്